ലേബർ കോഡ് വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം അല്പസമയത്തിനകം തുടങ്ങും. ഓൺലൈനിലാണ് യോഗം. ലേബർ കോഡിൽ ഇളവ് തേടുന്ന കാര്യം നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യുന്നതും യോഗത്തിന് ശേഷം തീരുമാനിക്കും. ഇടതു മുന്നണിയും ട്രേഡ് യൂണിയനുകളും അറിയാതെ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കരട് ചട്ടം സർക്കാർ തയ്യാറാക്കിയെന്ന വിവാദമുയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ യോഗമെന്ന പ്രത്യേകതയുണ്ട്. ലേബർ കോഡ് നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെ നിലപാടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇതിൽ അനുകൂലമായിട്ട് ഇതിൽ ഒപ്പുവെക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല മുന്നണിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് പങ്കെടുക്കേണ്ട തീരുമാനിച്ചല്ലോ, ആ തീരുമാനത്തിലൊരു മാറ്റമില്ലല്ലോ. അതിൽ താൽക്കാലികമായിട്ട് ആ ലേബർ സെക്രട്ടറിയുടെ ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം നമ്മൾ തേടിയെന്നല്ലാതെ അത് സീരിയസ് ആയിട്ട് സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മാസം മുമ്പ് ഡൽഹി ചേർന്ന യോഗത്തിൽ, കേന്ദ്രമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസ്ഥാന ലേബർ മന്ത്രിമാർ പങ്കെടുത്തിരുന്നു. ഞാനും പോയി രേഖാമൂലം എഴുതി കൊടുത്തു. ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, നിങ്ങൾ ഇന്ത്യയിലെ ലേബർ തൊഴിലാളി സംഘടനയുടെ യോഗം വിളിച്ചു ചേർക്കണമെന്ന്. അദ്ദേഹം എന്നെ കോട്ട് ചെയ്തുകൊണ്ട് മറുപടി പറയുകയും ചെയ്തു, വിളിച്ച് ചേർക്കാമെന്ന് പറയുകയും ചെയ്തു. ഒരു രാജ്യത്തിൻ്റെ ഭരണം തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അതിലെങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമെന്ന് സംബന്ധിച്ചിടത്തോളം നമുക്ക് ഞാൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യം അല്ല. എന്തായാലും ലേബർ മന്ത്രി എന്നുള്ള നിലയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പറയുക. വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി. വിജിൻ, ഈ കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിന്റെ പ്രസക്തി എന്താണ്? ഒന്നാമത്തെ കാര്യം, സർക്കാർ ഈ ആരും അറിയാതെ കരട് തയ്യാറാക്കി PM3 മോഡൽ എന്ന വിവാദം അവിടെ ഉയർന്നു നിൽക്കുകയാണ്. അതെങ്ങനെയായിരിക്കും ഗവൺമെന്റ് വിശദീകരിക്കുക? ഗവൺമെന്റ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ലേബർ കോഡിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ശ്രദ്ധിക്കുക. അതായത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഇളവോ, സംസ്ഥാനങ്ങൾക്ക് മാത്രമായി പ്രത്യേക നിയമമോ നിയമമാറ്റമോ ഒന്നും സാധ്യമല്ല എന്ന് എഴുതി ചേർത്താണ് ഈ ലേബർ കോഡ്. സോ ഇവിടെ നമ്മുടെ പ്രതിരോധം എങ്ങനെയായിരിക്കും? എന്താണ് ഗവൺമെന്റ് ഒരു പ്ലാൻ? എന്താണ്? നിഷാദ്, എന്തായാലും മന്ത്രി വിളിച്ച യോഗം ഇപ്പോൾ അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രധാനമായും മന്ത്രി വ്യക്തമാക്കുന്നത്, ഈ കരട് വിജ്ഞാപനം ഇറക്കിയത് അത് 45 ദിവസം പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ഇതിനകത്ത് അഭിപ്രായം പറയാൻ ഉള്ള അവസരം നൽകാനാണ്. കേന്ദ്രത്തിന്റെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കരട് വിജ്ഞാപനം ഉദ്യോഗസ്ഥ തലത്തിൽ ഇറക്കിയത് എന്നുള്ളതാണ് മന്ത്രി നേരത്തെ വിശദീകരിച്ചത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഒന്നും അറിയാതെ ഇങ്ങനെയൊരു കരട് വിജ്ഞാപനം ഇറക്കിയതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ഉൾപ്പെടെ സംഘടനാ നേതാക്കൾ പറയും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇന്നലെ തന്നെ CIT-യും AITUC-യും ഒക്കെ അതിലുള്ള നിലപാട് അവർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ മന്ത്രി പറഞ്ഞത് അവരോട് കൂടിയാലോചിച്ചാണ് ഈ കരട് വിജ്ഞാപനം ഇറക്കിയ കാര്യം അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞിരുന്നത്. എന്തായാലും നിഷാദ് ചോദിച്ചതുപോലെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ലേബർ കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി ഏതൊക്കെ തരത്തിൽ ഇളവ് ഉണ്ടാകും എന്നുള്ളതാണ്, അതിൽ നിയമ വിദഗ്ധരുമായി ഒക്കെ ആലോചിച്ച് ചെയ്യാമെന്നുള്ളതാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. ഒറ്റയ്ക്കെടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ തൊഴിൽ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ചില ഇളവുകൾ ഒക്കെ നടത്താൻ ഉള്ള സാഹചര്യം ഒരുങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൽ അതിന്റെ അടിസ്ഥാന ഭാഗങ്ങളിലൊന്നും മാറ്റം വരുത്താൻ എന്തായാലും കഴിയില്ല. അത് കേന്ദ്ര സർക്കാർ തന്നെ തീരുമാനിക്കണം. നിലവിൽ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ തന്നെ ചർച്ച നടത്താം എന്നുള്ളൊരു ആലോചനയൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വലിയ വിമർശനം, വലിയ പ്രതിഷേധം ഒക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്. എന്തായാലും ഇന്ന് വിളിച്ച യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കാൻ പോകുന്നത് ഈ നയം, പുതിയ ലേബർ കോഡ് ഇവിടെ നടപ്പിലാക്കില്ല എന്ന കാര്യമായിരിക്കും. പക്ഷേ അതിലുള്ള പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊള്ളും. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നേരത്തെയൊക്കെ കാണിച്ചതുപോലെ തന്നെ നിയമസഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ പ്രമേയം അവതരിപ്പിക്കാനും അത് കേന്ദ്ര സർക്കാരിന് കൈമാറാനും ഒക്കെയുള്ള നീക്കം നടത്തുമായിരിക്കും. പക്ഷേ അതൊരു രാഷ്ട്രീയപരമായ നീക്കം മാത്രമാണ്. ഇതിൽ നിയമപരമായി എന്തൊക്കെ തരത്തിൽ നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഈ തൊഴിൽ കോഡ് പാസാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. ചെറിയ ഇളവുകൾ മാത്രം ഒരുപക്ഷെ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. പ്രതിഷേധം വ്യാപകമായതിന്റെ ഭാഗമായി അത്തരത്തിലുള്ളൊരു നീക്കമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ നടക്കുക. ഏതായാലും സംസ്ഥാന സർക്കാർ ഇതിനെ രാഷ്ട്രീയപരമായ ഒരു പോരാട്ടത്തിലേക്ക് പോവുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത. അതിന് ട്രേഡ് യൂണിയൻ BMS ഒഴികെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളുടെയും പിന്തുണ കൂടി ലഭിക്കും എന്നും സർക്കാർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. അക്കാര്യം ഉൾപ്പെടെയാണ് ഇന്ന് ഇപ്പോൾ ആരംഭിച്ച ഓൺലൈൻ യോഗത്തിൽ ചർച്ചയാവുക. നിഷാദ്.